കലിപ്പനി ചായന്റെ അഗ്രഹാരത്തിലെ കുട്ടി. അവളകത്തേക്ക് കയറിപാടെ ദേഷ്യടങ്ങാത്ത ഡെന്നീസ് തിരിഞ്ഞുപോലും നോക്കാതെ നേരെ മുകളിലേക്ക് തന്റെ റൂമിലേക്ക് കയറിപ്പോയി. അവന്റെ പിന്നാലെ തന്നെ കൂട്ടുകാരായ ബിജു റോയും വേഗത്തിൽ മുകളിലേക്ക് കയറി. ഡെന്നീസ് ദേഷ്യത്തോടെ കയറിപ്പോയി നേരെ കിടപ്പുമുറിയിലെത്തി കട്ടിലേക്ക് വീണു. മുഖത്ത് കടുത്ത ദേഷ്യവും അസ്വസ്ഥതയും നിഴലിച്ച് നിൽക്കെ അവൻ കട്ടിൽ കിടന്നു. പിന്നാലെ തന്നെ റൂമിലേക്ക് കയറി വന്ന ബിജുവും റോയും അവനരികിലായിരുന്നു. എടാ ഡെന്നീസ്, നീ ഇത്രയധികം ടെൻഷൻ അടിക്കുന്ന എന്നാത്തിനാടാ? അതൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പൊ അവളെ വീട്ടിലും കയറ്റില്ലേ? ഇനി ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാടാ എന്ന് പറഞ്ഞ് അവരവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ കുറെ നേരം അവർക്കിടയിൽ ചെറിയ രീതിയിലുള്ള സംസാരങ്ങളും ആശ്വാസവാക്കുകളും നടന്നു. അതേസമയം താഴെ സ്വീകരണ മുറിയിൽ അമ്മച്ചി ഏലിയാമ്മ ഗായത്രിയുടെ കയ്യിൽ നിന്ന് ആ മെഴുകുതിരിയും കൊന്തമാലയും വാങ്ങി. എന്നിട്ട് സ്വീകരണ മുറിയുടെ ചുമരിൽ സ്ഥാപിച്ചിരുന്ന യേശുവിന്റെ രൂപക്കൂണ് മുമ്പിൽ ആ മെഴുകുതിരിയും കൊന്തമാലയും കൊണ്ടുചെന്ന് വെച്ചു. ആരും തുണയില്ലാത്ത തീർത്തു ഒറ്റപ്പെട്ട പോലെ നിന്ന ഗായത്രിയുടെ കൈ പിടിച്ച് വലിയമ്മച്ചി അവൾക്ക് ധൈര്യം പകർന്നു. വലിയമ്മച്ചി അവളുടെ കയ്യിൽ സ്നേഹത്തോടെ പിടിച്ച് ഓരോരുത്തരെയായി പരിചയപ്പെടുത്താൻ തുടങ്ങി. മോള് വിഷമിക്കേണ്ട കേട്ടോ, ഞാൻ വലിയമ്മച്ചിയാ ത്രേസി. ഇതെന്റെ ഭർത്താവ് വലിയപ്പച്ചൻ വർക്കി. പിന്നെ ഇത് തോമസ്, ഡെന്നീസിന്റെ അപ്പച്ചൻ. ഇത് ഏലിയാമ്മ, അവന്റെ അമ്മ. ഇത് ആലീസ്, അവന്റെ ചേട്ടത്തി. ഇത് ജോണ്, ഇത് അവളുടെ ഭർത്താവ്, അതായത് നിന്റെ കെട്ടിയവന്റെ ചേട്ടനാ. ഇത് അലൻ ജോൺ, ഞങ്ങളുടെ ഇവിടുത്തെ രാജകുമാരൻ, ജോണിന്റെ മകനാ. ഇപ്പൊ അവൻ 5ാം ക്ലാസ്സിലാ പഠിക്കുന്നേ. എല്ലാവരെയും മുഖത്ത് നോക്കി പേടിയോടെ ആശയക്കുഴപ്പത്തോടെ നിന്ന ഗായത്രിയോട് വലിയമ്മച്ചി സ്നേഹത്തോടെ തുടർന്നു. മോള് യാത്രയൊക്കെ ചെയ്തു വന്നിട്ട് വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് മോള് വിഷമിക്കാണ്ട് വലിയമ്മച്ചിയുടെ കൂടെ വാ. അങ്ങനെ വലിയമ്മച്ചി സ്നേഹത്തോടെ അവളെയും കൂടി തന്റെ റൂമിലേക്ക് നടന്നു. വലിയമ്മച്ചിയുടെ പിന്നാലെ മുകളിലത്തെ മുറിയിലേക്ക് ചെന്ന ഗായത്രിയോട് വലിയമ്മച്ചി സ്നേഹത്തോടെ പറഞ്ഞു, മോള് പോയിട്ടൊന്ന് ഫ്രഷായി വാ. അപ്പോഴേക്കൊരു ജോയി ഡ്രസ്സുമായി ആലീസ് ആ മുറിയിലേക്ക് കടന്നു വന്നു. വളരെ സൗഹൃദത്തോടെ ആൾ ഗായത്രിയുടെ അരികിലേക്ക് വന്നു. ഗായത്രിയുടെ മുഖത്തേക്ക് നോക്കി സ്നേഹത്തോടെ ആലീസ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, മോളുടെ പേര് ഗായത്രി എന്നല്ലേ? പേടിച്ചൊന്നിനും കഴിയാത്ത അവസ്ഥയിൽ ഗായത്രി സംസാരിക്കാൻ കഴിയാതെ ഒന്ന് തലയാട്ടുക മാത്രം ചെയ്തു. അതുകൊണ്ട് ആലീസ് വാത്സല്യത്തോടെ പറഞ്ഞു, ഗായത്രി നല്ല പേര് കേട്ടോ. എന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സ് ഗായത്രിക്ക് നേരെ നീട്ടിക്കൊണ്ട് ആലീസ് പറഞ്ഞു, മോള് വന്നപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടല്ലേ വന്നേ? മാറാ മോളുടെ കയ്യിൽ വേറെ ഡ്രസ്സൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നാ. മോളിത് വാങ്ങിച്ചോ. ഈ ഡ്രസ്സ് എടുത്ത് പോയി കുളിച്ചിട്ടോ, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും താഴെ പോയി ഒരുമിച്ച് ആഹാരം കഴിക്കാം. കുളി കഴിഞ്ഞ് ഗായത്രി ആ വസ്ത്രം അണിഞ്ഞു വന്നപ്പോൾ ആലീസ് അവിടെ അരികിലേക്ക് ചെന്ന് സ്നേഹത്തോടെ അഭിനന്ദിച്ചു. ആഹാ, കൊള്ളാലോ. കൊച്ചിനിതിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നന്നായിട്ട് ചേരുന്നുണ്ട്. തുടർന്ന് ആളുടെ മുടിയിലേക്ക് നോക്കിക്കൊണ്ട് ആലീസ് വാത്സല്യത്തോടെ തുടർന്നു. ആഹാ, നല്ല ഇടതൂർന്ന മുടിയാണല്ലോ. എന്ത് നീളവും ഭംഗിയതിന്. കുളിച്ചു കഴിയുമ്പോൾ മുടിയൊക്കെ നന്നായിട്ട് തോർത്തി ഉണക്കി വൃത്തിയായി സൂക്ഷിക്കണം കേട്ടോ. എനിക്ക് പണ്ടൊക്കെ നല്ല മുടിയുണ്ടായിരുന്ന, പക്ഷെ പ്രസവിച്ചോടെ അതൊക്കെ പോയി. എന്തായാലും കൊച്ചേ, നമുക്കിനി താഴേക്ക് ആഹാരം കഴിക്കാൻ പോവാം. അങ്ങനെ ആലീസിന്റെ തമാശകൾ എന്ന ആ സൗഹൃദപരമായ സംസാരം ഗായത്രിയുടെ മനസ്സിലെ ഭാരവും പേടിയും കുറെയെല്ലാം മാറ്റാൻ സഹായിച്ചു. ഡെന്നീസിനെ സമാധാനിപ്പിക്കാനായി വലിയപ്പച്ചൻ വർക്കി മുകളിൽ അവന്റെ റൂമിലേക്ക് ചെന്നു. കട്ടിലിൽ കിടന്നിരുന്ന ഡെന്നീസിന്റെ അരികിൽ ചെന്ന് തോളിൽ തട്ടി വലിയപ്പച്ചൻ സ്നേഹത്തോടെ പറഞ്ഞു, എടാ, നിന്റെ അപ്പനല്ലേടാ നിന്നെ ഒരെണ്ണം തന്നത്. അതൊക്കെ ഓർത്ത് നീ ഇങ്ങനെ വിഷമിച്ച് കിടക്കല്ലേ. നിന്റെ കല്യാണം നല്ല രീതിയിൽ നടത്തണം എന്നായിരുന്നല്ലോ അവർ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആവുമ്പോൾ അവർക്ക് വിഷമം കാണാണ്ടിരിക്കുമോ? എന്നാലും അതൊക്കെ പോട്ടെ, സാരിൽ നോക്കിയേ. ആ കൊച്ചി ഇപ്പോൾ കുളിച്ച് താഴേക്ക് വരില്ലോ. നീയും വേടാ, നമുക്ക് താഴേക്ക് പോവാം, വല്ലതും കഴിക്കാം. ഞാൻ വലിയപ്പച്ചനോട് കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ആ കൊച്ചിനെ കൊണ്ട് പോരും ഞാനിവിടെ എല്ലാം സെറ്റാക്കുന്നത് വലിയപ്പച്ചനല്ലേ പറഞ്ഞു. എന്നിട്ട് അതിനാ മറുപടി കേട്ട് വലിയപ്പച്ചൻ വീണ്ടും പറഞ്ഞു, എടാ, ഞാൻ പറഞ്ഞു തന്നെയാ. ഞാനങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു അടിയിൽ നിന്നു, ഇല്ലെങ്കിൽ കാണായിരുന്നു. നിന്റെ ദേഷ്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഡെനീസേ, നീ വേഗം പോയി ഫ്രഷായിട്ട് വാ. നീയായിട്ട് കൂട്ടിക്കൊണ്ടുവന്നില്ലേ? അവളിപ്പോൾ താഴെ വരുമ്പോൾ നീയും വേണ്ടേ? വേഗം വാ. പിന്നെ എടാ കൊച്ചുപോനെ ഡെന്നീസേ, പറയാണ്ടിരിക്കാൻ വയ്യടാ. നീ കൊണ്ടുവന്ന ആ കുട്ടിയില്ലേ, എന്താ കുട്ടിയുടെ പേര്? കിട്ടി, ഗായത്രി. അവളൊരു കൊച്ചു സുന്ദരി കുട്ടിയാ, ഒരു പാവക്കുട്ടിയെ പോലെ ഇരിക്കുന്നു ആ കുട്ടിയെ കാണാൻ. നിനക്ക് എന്തായാലും കോളടിച്ചല്ലോടാ. വലിയപ്പച്ചൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അതിന് മറുപടിയായി ഡെനീസ് വലിയപ്പച്ചന് കൊടുത്തൊരു കൂർത്ത നോട്ടമായിരുന്നു. എന്നിട്ട് അരികിലിരിക്കുന്ന റോയെയും ബിജുവിനെയും നോക്കി വലിയപ്പച്ചൻ പറഞ്ഞു, നിങ്ങളും താഴേക്ക് വാടാ ചെക്കന്മാരെ, അവരൊന്ന് ഫ്രഷായിട്ട് താഴേക്ക് വരട്ടെ. ഒടുവിൽ ദേഷ്യമെല്ലാം ഉള്ളിലൊതുക്കി ഡെന്നീസ് മുറിയിൽ നിന്ന് ഫ്രഷായി ഇറങ്ങി അതേസമയം കുളി കഴിഞ്ഞ് പുതിയ ഡ്രസ്സ് പണിഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന ഗായത്രി താഴേക്ക് എത്തുന്ന അതേ കൃത്യസമയത്ത് തന്നെയാണ് ഡെനീസും ഫ്രഷായി ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് വന്നെത്തിയത്.
അതേസമയം അവരുടെ കണ്ണുകൾ തമ്മിലൊരു നിമിഷം കോർത്തിണങ്ങി. ഗായത്രി പെട്ടെന്ന് പതർച്ചയോടെ മുഖം വെട്ടി തിരിച്ചു. അത് ശ്രദ്ധിച്ച വല്യമ്മച്ചി പറഞ്ഞു, മോളെന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഇങ്ങോട്ട് വന്നിരിക്കേ എന്ന് പറഞ്ഞ അവളെ സ്നേഹത്തോടെ പിടിച്ച് ഡെന്നീസിന്റെ അരികളുടെ കസേരയിൽ ഇരുത്തി. എല്ലാവരുടെയും മുഖം ഇത്തിരി ഗൗരവത്തിലായിരുന്നു. ആ സമയത്ത് ഡെന്നീസിന്റെ ചേട്ടൻ ജോൺ ഡെന്നീസിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. തുടർന്ന് സെലക്ഷൻ കൊള്ളാൻ എന്ന മട്ടിൽ കണ്ണുരുട്ടി കാണിച്ച് ഡെന്നീസിനെ കളിയാക്കിയപ്പോൾ ഡെന്നീസ് ജോണിന് തിരിച്ചൊരു കൂർത്ത നോട്ടം കൊടുത്തു. തീൻമേശയിൽ പലതരം കറികൾ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. വല്യമ്മച്ചിയാണ് എല്ലാവർക്കും ചോറ് വിളമ്പി കൊടുത്ത്. വല്യമ്മച്ചി ഡെന്നീസിന്റെ പാത്രത്തിലും ചോറ് വിളമ്പി, ഗായത്രിയുടെ പാത്രത്തിലും ചോറ് വിളമ്പി കൊടുത്തു. എന്നാൽ ഡെന്നീസിന്റെ പാത്രത്തിലേക്ക് ഇറച്ചിക്കറി വിളമ്പിയ ആ സമയത്ത് അതിന്റെ ശക്തമായ മണടിച്ച് അടുത്തിരുന്ന ഗായത്രിക്ക് പെട്ടെന്ന് മനംപുരട്ടലുണ്ടായി. അത് സഹിക്കാൻ വയ്യാതെ ആൾ വായും പൊത്തിപ്പിടിച്ച് വേഗത്തിൽ പുറത്തേക്ക് ഓടി. ഛർദ്ദിച്ച് നടന്ന് അകത്തേക്ക് വന്ന ഗായത്രി കണ്ട് എല്ലാവരും അമ്പരപ്പോടെ നോക്കി. വല്യമ്മച്ചി വേഗം ചോദിച്ചു, എന്താ മോളെ, എന്തു പറ്റി? അപ്പോഴേക്കും ജോൺ ചിരിയോടെ അവിടേക്ക് വന്ന് ഡെന്നീസിനെ നോക്കി. ഇതെന്താടാ പെട്ടെന്നൊരു ഛർദിയൊക്കെ എന്ന് കളിയായി ചോദിച്ചു ജോൺ. അതിന് ഡെന്നീസ് ജോണിനെ പല്ലടിച്ച് പോയിക്കൊണ്ട് പറഞ്ഞു, അവള് വെജിറ്റേറിയനാ, നോൺ വെജിന്റെ മണം പോലും അവൾക്ക് പറ്റില്ല. ആണോ? മോളെന്നാ ഇങ്ങോട്ട് ഇരിക്കെ, ഞാൻ വേറെ കറിയാൻ അതെല്ലാം ഉണ്ടാക്കിത്തരാം. വലിയമ്മച്ചി സ്നേഹത്തോടെ പറഞ്ഞെങ്കിലും നോൺ വെജ് കറികൾക്ക് നടുവിൽ ഇരിക്കേണ്ടി വന്നുകൊണ്ട് ഗായത്രിക്ക് അതൊന്നും കഴിക്കാൻ തോന്നിയില്ല. വെജിറ്റേറിയൻ അവൾക്ക് ആ ചുറ്റുപാടും മണവുമെല്ലാം വലിയ ബുദ്ധിമുട്ടായി തോന്നി. അത് മനസ്സിലാക്കി അവൾ പറഞ്ഞു, വേണ്ട, എനിക്കൊന്നും കഴിക്കാൻ തോന്നില്ല, എനിക്കൊന്ന് കിടക്കണം എന്ന് പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു. വലിയമ്മച്ചി ആലീസിനോട് പറഞ്ഞു, ആലീസേ, നീ ആ കുട്ടിയുടെ കൂടെ ഒന്ന് ചെല്ല്, അവൾ ആകെ ക്ഷീണിച്ചിരിക്കുക. ആലീസ സമ്മതിച്ചുകൊണ്ട് ഗായത്രിയും കൊണ്ട് റൂമിലേക്ക് പോയി. അത് കണ്ടപ്പോൾ ഡെന്നീസ് എല്ലാവരോടുമായി പറഞ്ഞു, ആൾ വളർന്നൊക്കെ വേറെ ചുറ്റുപാടില്ല, നമ്മുടെ ശീലങ്ങളൊന്നും അവൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡെന്നീസും ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് ആൾക്ക് പിന്നാലെ മുകളിൽ റൂമിലേക്ക് കയറാനായി ഒരുങ്ങി. വല്യപ്പച്ചൻ ഡെന്നീസിനെ തിരിച്ചു വിളിച്ചു, ഭാര്യ കഴിക്കാതെ പോയതുകൊണ്ടാണോടാ നീ വിഷമിച്ച് ആഹാരം കഴിക്കാണ്ട് റൂമിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ അച്ഛനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയെങ്കിലും തിരികെ വന്ന് ഭക്ഷണം പ്ലേറ്റിലെടുത്ത് വെച്ച ഭക്ഷണം മുഴുവൻ കഴിച്ച ശേഷമാണ് റൂമിലേക്ക് പോയത്. അമ്മച്ചി വിഷമിച്ചിരിക്കുന്നതുകൊണ്ടാണ് ആലീസ് അങ്ങോട്ട് വന്ന്, എന്നതാ അമ്മച്ചി വിഷമിക്കുന്നേ? അവളൊന്നും കഴിക്കാതെ റൂമിലിരിക്കല്ലേ കൊച്ചേ, നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് കയറി വന്ന കൊച്ചല്ലേ അത്. അല്ല മോളെ, ഇനിയിപ്പോൾ ആ കുട്ടിക്ക് എന്നാതാ തിന്നാൻ കൊടുക്കുക? അതാലോചിച്ചൊന്ന് ഇരുന്നു പോയതാ. ഒന്ന് ആലോചിച്ചിട്ട് ആലീസ് പറഞ്ഞു, സാരല്ല അമ്മച്ചി, ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ നമുക്കൊരു കാര്യം ചെയ്യാം. ഫ്രിഡ്ജിൽ ദോശമാവ് ഇരിപ്പുണ്ട്, കുറച്ച് തേങ്ങ എടുത്ത് പെട്ടെന്നൊരു ചമ്മന്തി അരച്ച് നമുക്ക് ദോശയും ചമ്മന്തിയും കൊടുക്കാം. അത് കേട്ട് അമ്മച്ചി പറഞ്ഞു, ശരി മോളെ, നീ വേഗം ഉണ്ടായിക്കോ, നമുക്ക് വേഗം കൊണ്ടുപോയി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആ ഒരു ആലീസും കൂടി ദോശയും ചമ്മന്തി എടുത്ത് ഗായത്രിയുടെ റൂമിലേക്ക് ചെന്നു. അവർ ഗായത്രിയെ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിച്ചു. അതിനുശേഷം അമ്മച്ചി നേരെ ഡെന്നീസിന്റെ അപ്പച്ചൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഈച്ചായ, നമ്മളൊരു കാര്യം ചെയ്യണം. പള്ളിയിലെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇവിടെ മുന്നേറ്റ് നടത്തണം. ഇങ്ങനെ രണ്ടുപേരെയും കൂടെ നിർത്തിക്കുന്നത് ശരിയല്ലല്ലോ. അത് കേട്ട് അപ്പച്ചൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാവച്ചേ, ഞാനും അതിനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാ പിന്നെ ശരി, നീ റെഡിയാവുക, നമുക്കിപ്പോൾ തന്നെ പോയേച്ചും വരാം. അങ്ങനെ അപ്പച്ചനും അമ്മച്ചിയും കൂടി പള്ളിയിലച്ഛനെ കാണാൻ പോയി. കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവർ തിരികെ വീട്ടിലെത്തി. എല്ലാവരും ഹാളിലേക്ക് വിളിച്ചു കൂട്ടി അപ്പച്ചൻ പറഞ്ഞു, അവിടെ അച്ഛനോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ ഞങ്ങൾ വികാരി അച്ഛനോട് പറഞ്ഞ് ഡെന്നീസ് സ്നേഹിച്ച് കൂട്ടിക്കൊണ്ടുവന്ന കുട്ടിയാണെന്നാണ്. ഇനി ആരും തിരുത്താൻ നിൽക്കണ്ട. അതിനുശേഷം തോമസ് തുടർന്നു, അച്ഛൻ പറഞ്ഞിരിക്കുന്ന അടുത്ത ഞായറാഴ്ച മനസ്സമ്മതം നടത്താനും അതിൻ്റെ അടുത്ത ആഴ്ച വിവാഹം നടത്താനുമാ. ഡെന്നീസേ, നിന്റെ അഭിപ്രായം ഞാൻ ചോദിക്കുന്നില്ല, കാരണം നീ വിളിച്ചുകൊണ്ട് വന്ന കുട്ടിയാണല്ലോ. ഞങ്ങളതങ്ങ് ഉറപ്പിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ വല്യപ്പച്ചനും വല്യമ്മച്ചിക്കൊക്കെ വളരെ സന്തോഷമായി. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. എന്നാൽ ഈ വിശേഷങ്ങളെല്ലാം കേട്ട് ഒരു മൂലയിൽ തകർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു ഗായത്രി. എങ്കിലും അവളുടെ മുന്നിൽ വേറൊരു മാർഗമില്ലായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. മനസ്സമ്മതത്തിന്റെ തീയതിയും കുറിച്ചു. അതിനിടയിൽ ഗായത്രി ആ വീടുമായി ചെറിയൊരു അകലം കുറച്ചെങ്കിലും ആളുടെ ഉള്ളിലെ വിഷമം പൂർണ്ണമായും മാറിയിരുന്നില്ല. ആൾ അപ്പോഴും അപ്പയെ അമ്മയെ അനിയനെയും കുറിച്ചും അവരുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർത്തും മനസ്സുരുകി. ഈ ദിവസങ്ങളിൽ ഡെന്നീസും ഗായത്രിയും പല പ്രാവശ്യം പരസ്പരം കണ്ടുമുട്ടിയെങ്കിലും പരസ്പരം ഒന്നും സംസാരിക്കാതെ രണ്ടുപേരും ഒഴിഞ്ഞു മാറി നടന്നു. എങ്കിലും ഡെന്നീസിന്റെ മുഖത്ത് ആ ഗൗരവം ഇപ്പോഴും തങ്ങിയിരുന്നിരുന്നു. ഇതിനിടയിൽ ഗായത്രിക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ ആലീസും ഡെന്നീസിന്റെ അമ്മച്ചിയും കൂടെ പോയി കടയിൽ പോയി വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ കാത്തിരുന്ന ആ മനസ്സമ്മതത്തിന്റെ ദിവസമെത്തി. മനസ്സമ്മത ചടങ്ങിനായി ആലീസും ഡെന്നീസിന്റെ അമ്മച്ചിയും ചേർന്ന് വാങ്ങി നൽകിയ ലളിതവും എന്നാൽ അതീവ മനോഹരമായ വേഷം ഗായത്രി അണിഞ്ഞു. അത്രയേറെ മനോഹരിയായിരുന്നവൾ. പള്ളിയിലും ചടങ്ങുകളിലും വെച്ച് അതിസുന്ദരിയായി ഒരുങ്ങുന്ന ഗായത്രിയെ കണ്ട് അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവളിൽ ഉടക്കി.
അന്നേ ദിവസം ആദ്യമായി ഡെനീസ് അവളെ നിന്ന് കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോയി. അവന്റെ ആ നോട്ടം കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന റോയും ബിജുവും അവനെ തട്ടി വിളിച്ചു. ഡാടാ എന്നെ കൊതികളെ നോക്കല്ലേ, നിനക്കുള്ള തന്നെയാണല്ലോ. അത് കേട്ട ഉടനെ ഡെന്നീസ് അവർ രണ്ടാളെ ഇന്ന് കൂർപ്പിച്ച് നോക്കി. ആ ഒറ്റ നോട്ടത്തിൽ രണ്ടുപേരും പേടിച്ച് അപ്പോൾ തന്നെ മിണ്ടാതെ വായ അടച്ചു പിടിച്ചിരുന്നു. എങ്കിലും ഇതൊക്കെ നടക്കുമ്പോഴും തന്റെ മുന്നിൽ ഇനി ബാക്കിയുള്ള ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഗായത്രിയുടെ ഉള്ളിൽ ചെറിയൊരു ഭയവും നോവും ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ മനസ്സമ്മത ചടങ്ങുകൾ കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം ജോണും അവന്റെ ഭാര്യ ആലീസും തങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് അന്നത്തെ വിശേഷങ്ങളെല്ലാം സംസാരിക്കുകയായിരുന്നു. സംസാരത്തിനിടയിൽ ആലീസ് ജോണിന്റെ കയ്യിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, ഇച്ചായ നമുക്കിപ്പോ തന്നെ ഡെന്നീസിന്റെ അടുത്ത് പോയി സംസാരിക്കണം. അവർ തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവരല്ലല്ലോ ഇച്ചായ. ഗായത്രിയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാ. അവളൊരു മിണ്ടാപ്പൂച്ചയാ. പിന്നെ ഡെന്നീസ് ആണെങ്കിലോ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യം. അവനോട് നമുക്കൊന്ന് സംസാരിക്കണം. അവൻ്റെ ഈ ദേഷ്യം എടുത്തിയാട്ടൊക്കെ ഒന്ന് കുറക്കാൻ പറയണം. അവളെ ഒന്ന് സ്നേഹിക്കാൻ അവനോട് ആവശ്യപ്പെടണം. അവൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്കറിയാലോ. നമ്മൾ ആരും ഇതുവരെ അവനോട് ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുമില്ല. അത് കേട്ട് ജോൺ അല്പം ഗൗരവത്തോടെ പറഞ്ഞു, നീ പറയുന്നത് ശരിയാണ് ആലീസേ. ഇങ്ങനൊരു സാഹചര്യം കൊണ്ടല്ലേ പെട്ടെന്ന് ഈ വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്ന്. നമുക്ക് ഇപ്പൊ തന്നെ അവൻ്റെ അടുത്ത് പോയി ഇതൊക്കെ ഒന്ന് സംസാരിക്കാം. അങ്ങനെ അലൻ ഉറങ്ങിക്കിടക്കുന്ന ഉറപ്പുവരുത്തിയ ശേഷം ആലീസും ജോണും കൂടി നേരെ ഡെന്നീസിന്റെ മുറിയിലേക്ക് നടന്നു. ആര് ഡെന്നീസിന്റെ മുറിയിലെത്തുമ്പോൾ അവൻ കട്ടിൽ നിന്ന് ഫോൺ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജോണും ആലീസും അകത്തേക്ക് കയറുന്നുണ്ട്. അവൻ ഫോൺ മാറ്റി വെച്ച് അവരെ നോക്കി. ആലീസ് അല്പം ഗൗരവത്തോടെയും എന്നാൽ സ്നേഹത്തോടെയും അവനോട് ചോദിച്ചു, ഡെന്നീസെ ഞങ്ങൾ നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വന്ന. ഈ മനസ്സമ്മതി കഴിഞ്ഞെങ്കിലും ആ കുട്ടി ആകെ പേടിച്ച് ഒതുങ്ങിയിട്ടായിരിക്കുന്നു. നീയാണെങ്കിൽ എപ്പോഴും ഗൗരവവും ദേഷ്യം വെച്ചിരിക്കുന്നു. സാഹചര്യം ഏതോ ആവട്ടെ, അവൾ നിന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് വന്നല്ലേ, കുറച്ചുകൂടി സ്നേഹത്തോടെ അവളോട് പെരുമാറിക്കൂടെ നിനക്ക്? അത് കേട്ട് ജോൺ അല്പം ചിരിച്ചുകൊണ്ട് അവൻ്റെ അരികിൽ വന്നിരുന്ന് ചോദിച്ചു, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കണടാ ഡെന്നീസെ, നിനക്കാളോ ഇഷ്ടമാണോടാ? നീ അവളെ സ്നേഹിക്കുന്നുണ്ടോ? അവരുടെ ചോദ്യം കേട്ട് ഡെന്നീസ് ഒന്ന് പരിങ്ങി. ഗൗരവം നടിക്കാൻ നോക്കിയെങ്കിലും അവൻ്റെ ഉള്ളിൽ ആ വെപ്രാളം മുഖത്ത് നേലിച്ചു. അവനൽപ്പം ദേഷ്യവും വിഷമം കലർന്ന ശബ്ദത്തിൽ പറഞ്ഞു, എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ എനിക്കതിന് തീർച്ചയില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടലേ പറ്റൂ. അന്ന് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പെട്ടെന്ന് എടുത്തിയാടെ അവളുടെ കഴുത്തിലൊരു മാറിയിട്ടുകൊണ്ട് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നല്ലേ. ദാ ഇപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ച് കല്യാണം നടക്കാൻ പോകുന്നു. പിന്നെ ഈ ഡെന്നീസ് തരകൻ ഇതുവരെ വേറെ പെണ്ണിനെയും പുറകെ പോയിട്ടില്ല, ആരെയും സ്നേഹിച്ചിട്ടുമില്ല. ഞാൻ മനഃപൂർവ്വം അവളോട് ദേഷ്യപ്പെടുന്നൊന്നല്ല. പക്ഷെ ഞാൻ സ്നേഹത്തോടെ അവളുടെ അടുത്തേക്കൊന്ന് അടുത്ത് സംസാരിക്കാൻ ചെല്ലുമ്പോഴേക്കും അവൾക്ക് ആ പേടിയും എപ്പോഴും കാരണം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. പിന്നെ എനിക്ക് എങ്ങനെ ദേഷ്യം വരാണ്ടിരിക്കുക? അത് കേട്ട് ജോൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതല്ലടാ ആ പള്ളിക്കകത്ത് വെച്ച് നിന്റെ ആ നോട്ടോ മറ്റോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, അതാ ഞാൻ ചോദിച്ചത്. ഡെന്നീസിന്റെയും ജോണിന്റെയും ആ വാക്കുകൾ കേട്ട് ആലീസിനും ഒരേ സമയം ശരിയോ ആശ്വാസമാണ് തോന്നിയത്. ആരോനെ സമാധാനിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം അവിടുന്ന് തിരിഞ്ഞുപോയി. അതേസമയം വലിയമ്മച്ചി ത്രേസ്യയുടെ മുറിയിൽ അവിടെ അരികിലായി കിടക്കായിരുന്നു ഗായത്രി. പുറത്തു കിടന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് മനസ്സിൽ ചെറിയൊരു ഭയത്തോടെ കിടന്ന ഗായത്രിയുടെ തലയിലൂടെ സ്നേഹത്തോടെ തലകൊടിക്കൊണ്ട് വലിയമ്മച്ചി പറഞ്ഞു, മോളോ നിന്നെക്കുറിച്ച് ഓർത്തും പേടിക്കേണ്ട കേട്ടോ. അവൻ പുറമേ ഒരു കലിപ്പനാണെന്നേ ഉള്ളൂ, ഉള്ളിൽ കലിയൊന്നുമില്ല. നല്ല ശുദ്ധ മനസ്സാ. സ്നേഹിച്ചാലേ സ്വന്തം ചങ്ക് പറിച്ചേശം കൊടുക്കുന്ന സ്വഭാവം അവൻ്റെ ഇത്. അതുകൊണ്ടല്ലേ അന്ന് ആപത്തിൽ പെട്ടുപോയ നിന്നെ അവൻ ചിന്തിച്ച് നിൽക്കാതെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്. നീ ധൈര്യമായിട്ടിരിക്കും മോളെ. വല്യമ്മച്ചിയുടെ ആ സ്നേഹത്തലോടിലും വാക്കുകളിലും ഗായത്രിയുടെ മനസ്സിലെ ഭാരമൊക്കെ കുറെയെല്ലാം കുറഞ്ഞു. ഡെന്നീസ് തന്റെ കട്ടിൽ നിന്ന് ഫോണിൽ ഗായത്രിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മുറിയുടെ വാതിൽ തട്ടുന്ന ശബ്ദം കേട്ടു. ഡെന്നീസ് ഞെട്ടിലോടെ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. അപ്പോഴാ വല്യപ്പച്ചൻ പുറത്ത് നിൽക്കുന്നു. ഡെന്നീസ് അല്പം അമ്പരപ്പോഴും ദേഷ്യത്തോടും ചോദിച്ചു, വല്യപ്പച്ച ഈ പാതിരാത്രി എന്താ ഇവിടെ? ആര് വല്യപ്പച്ചൻ ഒരു കുസൃതി ചിരിയോടെ അകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു, എടാ കൊച്ചുവനെ, ഞാൻ ഇന്നിവിടെ കിടക്കാമെന്ന. ഡെന്നീസ് ഞെട്ടിലോടെ കണ്ണുകൾ ഉരുട്ടിക്കൊണ്ട് ചോദിച്ചു, ഇവിടെ കിടക്കാനോ വല്യപ്പച്ച? വല്യപ്പച്ചൻ മുറി പോയി കിടന്നേ. വല്യപ്പച്ചൻ കൂസില്ലാതെ ആ കട്ടിലേക്ക് കയറിയുന്നുകൊണ്ട് പറഞ്ഞു, അതിന് നിന്റെ ഭാര്യയല്ലേടാ എൻ്റെ മുറി കയറി കിടക്കുന്നത്. അതായത് എൻ്റെ ഭാര്യയുടെ കൂടെയല്ലേ അവള് കിടക്കുന്നതെന്ന്. ഗസ്റ്റ് റൂമിൽ 1-2 ബന്ധുക്കൾ പോയിട്ടില്ല, അവരവിടെയാ. കല്യാണം ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ. അപ്പൊ ഞാൻ വേറെ എവിടെയാടാ കിടക്കുക? ഒരാഴ്ച കഴിഞ്ഞാൽ നിന്റെ കല്യാണമല്ലേ. അതുകൊണ്ട് ഇനി കല്യാണം കഴിയുന്നവരെ ഞാൻ നിന്റെ കൂടെ അവിടെ കിടക്കുന്നത്. പിറ്റേന്ന് രാവിലെ ഡെന്നീസ് ഉറക്കമുണർന്ന് വന്നു. മുറിയിൽ നിന്ന് പടിയിറങ്ങി അവൻ താഴത്തെ നിലയിലേക്ക് വന്നു. സ്വീകരണ മുറിയും കടന്ന് ഉമ്മറത്തേക്ക് ഇറങ്ങിയ ഡെന്നീസ് കൗതുകമുണർത്തുന്ന ആ കാഴ്ച കണ്ടു. പൂന്തോട്ടത്തിനരികിൽ നിൽക്കുന്ന അലനോട് ചിരിച്ചുകൊണ്ടതോ സംസാരിച്ചിരിക്കുകയാണ് ഗായത്രി. അവൻ പതി അവിടെ അരികിലേക്ക് നടന്നു നിന്നു. ഡെന്നീസ് വരുന്നുണ്ടതും ഗായത്രിയുടെ മുഖത്ത് ആ ചിരിയൊക്കെ പെട്ടെന്ന് മാറി. ആളൊന്നും മിണ്ടാതെ അവിടുന്ന് പതിയെ ഒഴിഞ്ഞു മാറി അകത്തേക്ക് പോയി. ഗായത്രി വേഗത്തിൽ ഒഴിഞ്ഞു മാറി അകത്തേക്ക് പോകുന്ന കണ്ടിട്ട് അവിടേക്ക് വന്ന ഏലിയാമ്മയോട് അടുത്തുള്ള ബന്ധുക്കളൊരാൾ ചോദിച്ചു, ഏലിയാമ്മേ, ഇത്ര പെട്ടെന്ന് ഇവിടെ കല്യാണം നടത്താൻ എന്നതാ കാര്യം? ഡെന്നീസായിട്ട് എങ്ങനെയായി കൊച്ചിന്റെ പരിചയം?
അത് കേട്ട് ഏലിയാമ്മ ബന്ധുവിനെ നോക്കി ശാന്തിയായി പറഞ്ഞു. അതൊന്നുമല്ല ചേച്ചി, ഇവളും നമ്മുടെ ഡെന്നീസ് തമ്മിൽ പണ്ടേ ഇഷ്ടത്തിലായിരുന്നു. അവളുടെ വീട്ടിൽ വേറെ വിവാഹമൊക്കെ അന്വേഷിച്ചു തുടങ്ങിയപ്പോഴാണ് അവൾ ഡെന്നീസിനെ വിളിച്ച് കാര്യം പറഞ്ഞ് അവൻ പോയി അവളെ കൂട്ടിക്കൊണ്ട് പോരുമായിരുന്നു. ഇനിയിപ്പോൾ രണ്ടുപേരും മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട് ജീവിക്കേണ്ടതല്ലേ. അപ്പം അവരുടെ സന്തോഷം നടത്തി കൊടുക്കുക എന്നതിനപ്പുറം നമ്മളായിട്ട് തടസ്സം നിൽക്കാൻ പാടില്ലല്ലോ. ശരി ചേച്ചി, പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അവൻ പറഞ്ഞ് ഏലിയമ്മ അകത്തേക്ക് നടന്നു. ആൾ പോയതും ഡെന്നീസ് ആൾ അരികിലേക്ക് ചെന്ന് ചോദിച്ചു, അലൻ, എന്താണോ നിന്റെ ഇളയമ്മ നിന്നോട് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്? അത് കേട്ട് അലൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഏയ് ഒന്നുമില്ല ഇളയപ്പാ, ഇളയമ്മേനോട് അരിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അരിയോ? അതാരാ? ഡെന്നീസ് കൗതുകത്തോടെ ചോദിച്ചു. അത് ഇളയമ്മയുടെ അനിയനാണെന്നാ പറഞ്ഞേ. എന്നെ കാണുമ്പോൾ ഇളയമ്മയുടെ അനിയനെ പോലെ തോന്നുന്നുണ്ടെന്നും ഹരി ഇളയമ്മക്ക് ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ ഇളയമ്മ പറഞ്ഞേ. അലൻ നിഷ്കളങ്കമായത് വിശദീകരിച്ചു. അലന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഡെന്നീസിന്റെ മനസ്സിൽ ചെറിയൊരു വിഷമവും കൗതുകം തോന്നി. സ്വന്തം അനിയനെ പിരിഞ്ഞിരിക്കുന്ന ആ പെൺകുട്ടിയുടെ സങ്കടവും അവൾ അലനിൽ ആ അനിയനെ കാണുന്നവൻ മനസ്സിലാക്കി. അങ്ങനെ ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ വീടാകെ സജീവമായി. ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വെള്ളസാരികളും അതിന് ചേർന്ന വേഷങ്ങളും തിരഞ്ഞെടുക്കാനായി ആലീസും കുടുംബത്തിലെ മറ്റുള്ളവരും ഗായത്രിയും കൂടി ഷോപ്പിങ്ങിന് പോയി. കടയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചത്തിൽ മനോഹരമായി മടക്കി വെച്ചിരിക്കുന്ന ആ വെള്ളസാരികളിലേക്ക് നോക്കിയപ്പോൾ ഗായത്രിയുടെ ഉള്ളിൽ വല്ലാത്തൊരു ശൂന്യത തോന്നി. തങ്ങളുടെ അഗ്രാരത്തിലെ വിവാഹങ്ങൾക്ക് പച്ചയും ചുവപ്പുമെല്ലാമുള്ള കടുപ്പത്തിലുള്ള പട്ടുപുടവുകളും നെറ്റിയിൽ വട്ടത്തിൽ ചന്ദനവും കുങ്കുമവും നിറഞ്ഞിരിക്കുന്ന പഴയ കാഴ്ചകളാണ് ആളുടെ ഓർമ്മയിലേക്ക് വന്നത്. അവിടുത്തെ ആചാരങ്ങളിൽ നിന്ന് എത്രയോ വിഭിന്നമാണ് താനിപ്പോൾ വന്നുപെട്ടിരിക്കുന്ന ഈ ലോകം. ക്രിസ്ത്യൻ രീതിയിലുള്ള ആ വെള്ള വസ്ത്രങ്ങൾ കയ്യിലെടുത്തപ്പോൾ അപരിചിതമായ ചുറ്റുപാടും തന്റെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള അടങ്ങാത്ത വേവലാതിയും ആളുടെ നെഞ്ചിൽ ഭാരമായി അമർന്നു. തുടർന്ന് മന്ത്രകോടിക്കുള്ള സാരി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആലീസ് മുന്നോട്ട് വന്നു. ആചാരപ്രകാരം ഡെന്നീസ് ഗായത്രിയുടെ കഴുത്തിൽ മിന്നിയാർത്തി. ആ നിമിഷത്തിൽ തങ്ങളുടെ അഗ്രാരത്തിലെ പഴയ ചടങ്ങുകളും തന്നെ കണ്ണീരോടോർക്കുന്ന അച്ഛൻ്റെ അമ്മയുടെയും മുഖവും ആളുടെ കൺമുമ്പിൽ തെളിഞ്ഞു വന്നു. സ്വന്തം മാതാപിതാക്കളെയും വീടും വിട്ടുപോകുന്ന ആ നൊമ്പരത്തിനിടയിലും ഇനി തന്റെ ഭാവി ജീവിതം എങ്ങോട്ടാണെന്നറിയാത്ത ആ ഭീതിയിലും ആളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു തുടങ്ങിയിരുന്നു. അതിനിടയിൽ ആചാരപ്രകാരം ഡെന്നീസ് ആ മെറൂണും റെഡും കലർന്ന മനോഹരമായ മന്ത്രകൂടിയെടുത്ത് ആളുടെ തലയിൽ അണിയിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാ വിവാഹാചാരങ്ങളും പൂർത്തിയായി. ആ പഴയ ജീവിതത്തോട് വിട പറഞ്ഞ് പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും അറിയാത്ത പുതിയൊരു ജീവിതത്തിലേക്ക് അവൾ പടികേറി വന്നു. പള്ളിയിലെ ചടങ്ങുകൾ കഴിഞ്ഞ് വീട്ടിലെത്തിയ ഗായത്രിയെ കുടുംബാംഗങ്ങൾ കുരിശുമാലയും മെഴുകുതിരിയും നൽകി സ്വീകരിച്ചു. വൈകിട്ടുള്ള റിസപ്ഷനായി എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുത്ത കറുപ്പ് നിറത്തിലുള്ള ലഹങ്കയായിരുന്നു അവൾ അണിഞ്ഞിരുന്നത്. അന്ന് ഡെന്നീസിന്റെ കഴുത്തിൽ കിടന്ന കുരിശുമാലയും പള്ളിയിൽ വെച്ച് അണിയിച്ച മിന്നും മാത്രം ആ ബ്ലാക്ക് ലഹങ്കയോടൊപ്പം അവളുടെ കഴുത്തിൽ തിളങ്ങി നിന്നു. ആ ലുക്കിൽ അവളെ കണ്ട ഡെന്നീസിന്റെ കണ്ണ് പിന്നീട് അവളിൽ നിന്നും മാറിയിട്ടില്ല. അവന്റെ കള്ളച്ചിരിയും നോട്ടവും കണ്ട് കൂട്ടുകാരും വലിയപ്പച്ചനും അവനെ കളിയാക്കാൻ തുടങ്ങിയതോടെ സദസ്സ് സജീവമായി. റിസപ്ഷനിടയിലെ ഫോട്ടോഷൂട്ട് സമയത്ത് ഗായത്രിക്ക് ചെറിയൊരു മടിയും പരിഭ്രമവും തോന്നി. ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കാൻ ബുദ്ധിമുട്ടിയ അവളുടെ അരികിൽ ഡെന്നീസ് എത്തി. തോളിൽ കൈവച്ചും ഓരോ പോസുകൾ സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്തും ഫോട്ടോയ്ക്ക് വേണ്ടി അവൾ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തി. അപരിചിത്വം കൊണ്ട് ആദ്യമൊന്നും മടിച്ചെങ്കിലും ഡെന്നീസിന്റെ സാന്നിധ്യത്തിൽ അവൾ അതിനെല്ലാം നിന്നുകൊടുത്തു. ചുറ്റുമുള്ളവരുടെ നോട്ടങ്ങൾക്കിടയിൽ ആ വലിയ ചടങ്ങിൽ തോന്നിയ ഭയമെല്ലാം അവൾ ഉള്ളിലൊതുക്കി. ആ നിമിഷങ്ങൾ ഒരുവിധം ധൈര്യത്തോടെ നേരിട്ടു. ആ സ്നേഹത്തിന്റെ ഒത്തൊരുമയുടെ അകമ്പടിയോടെ ആ വലിയ സ്വീകരണം മനോഹരമായി പര്യവസാനിച്ചു. റിസപ്ഷൻ ചടങ്ങെല്ലാം കഴിഞ്ഞ സമയത്ത് ഡെന്നീസ് വീടിന്റെ ബാൽക്കണിയിൽ വെറുതെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് റോയും വിജയോടേക്ക് കടന്നു വന്ന് അവനെ കണ്ടത് ഇരുവരും കള്ളച്ചിരിയോടെ അവനെ കളിയാക്കാൻ തുടങ്ങി. എന്താണോ മാപ്പിള ആലോചിക്കുന്നത്? ആ പാവം മിണ്ടാപൂച്ചപ്പോഴുള്ള പെൺകുട്ടി എങ്ങനെ ഇണക്കിയെടുക്കുന്നതാണോ ചിന്ത? റോയി തമാശ രൂപേണ ചോദിച്ചു. അത് കേട്ട് ചെറിയോടെ ഡെന്നീസ് പറഞ്ഞു, അതൊക്കെ ശരിയാവൂടാ, പക്ഷെ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു പേടിയുണ്ടെന്ന് എനിക്കറിയാം. അവളുടെ വീട്ടിലെ സാഹചര്യങ്ങളും പെട്ടെന്നുണ്ടായി മാറ്റമില്ല പാവത്തിന്റെ മനസ്സിൽ വലിയൊരു ഭാരമായിട്ടുണ്ടാവും. അതേസമയം അകത്തെ മുറിയിൽ റിസപ്ഷനിലെ അംഗമാറി മനോഹരമായ ചുവന്ന നിറത്തിലുള്ള ധാവണിയും അണിഞ്ഞ് തലനിറയെ മുല്ലപ്പൂക്കളൊക്കെ ചൂടി ആലീസ് അവളെ തയ്യാറാക്കി നിർത്തി. പുതിയൊരു ജീവിതത്തിലേക്ക് കാറെടുത്ത് വെക്കുന്നതിന്റെ ആശങ്കയിലും പേടിയിലും അവളുടെ ശരീരം ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഏലിയാമ്മ ഒരു ഗ്ലാസ് പാലുമായി ആ മുറിയിലേക്ക് കടന്നു വന്നത്. നീട്ടിപ്പിടിച്ച ആ പാൽ ഗ്ലാസ് വാങ്ങി ഗായത്രി ചെറിയൊരു മടിയോടെയും പേടിയോടെയും വിറച്ചു നിന്നു. അതുകൊണ്ട് ഏലിയാമ്മ സ്നേഹത്തോടെ അവളുടെ അരികിലെത്തി ആശ്വസിപ്പിച്ചു. മോളിങ്ങനെ പേടിച്ച് വറച്ച് നിൽക്കണ്ട, എന്റെ കുഞ്ഞ് ഡെന്നീസ് ഒരു പാവ. അവന് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അവന് പുറമെ ഇങ്ങനെ കുറച്ച് ദേഷ്യമൊക്കെ കാണിക്കുന്നേ ഉള്ളൂ. മോൾ അവനെ കാണുമ്പോൾ ഇങ്ങനെ അകലം പാലിച്ച് നിൽക്കുമ്പോഴല്ലേ അവനും ആ ദേഷ്യം കാണിക്കുന്നത്. ഇനി നിങ്ങളുടേതായ പുതിയൊരു ജീവിതമല്ലേ, രണ്ടുപേരും മനസ്സറിഞ്ഞ് ഒരുമിച്ച് ജീവിക്കേണ്ടല്ലേ. മോള് പേടിക്കണ്ട, പോയി വാ. ഏലിയാമ്മയുടെ ആ സ്നേഹനിർഭരമായ വാക്കുകൾ കേട്ട് അല്പം ധൈര്യമായെങ്കിലും പാൽ ഗ്ലാസ് കയ്യിലെടുക്കാൻ മടിച്ചെന്ന ഗായത്രിയെ ആലീസ് സ്നേഹത്തോടെ സഹായിച്ചു.
തുടർന്ന് ഏലിയാമ്മ ആലീസിനോടായി പറഞ്ഞു. ആലീസേ, നീ ആ കൊച്ചിനെ കൊണ്ടുപോയി ആ റൂമിലാക്കിയിട്ട് വാ. ഏലിയാമ്മയുടെ നിർദ്ദേശപ്രകാരം ആലീസ് ഗായത്രിയും കൂട്ടി ഡെന്നീസിന്റെ മുറിയിലേക്ക് നടന്നു. വഴിയിൽ വെച്ച് ഗായത്രിയുടെ പേടിയും വിറയലും കണ്ടപ്പോൾ ആലീസ് അവളുടെ തോളിൽ തട്ടി സ്നേഹത്തോടെ പറഞ്ഞു. എൻ്റെ ഗായത്രി കൊച്ചേ, നീ എന്തിനെങ്ങനെ എപ്പോഴും ഇങ്ങനെ പേടിക്കുന്നു? നീ ഡെന്നീസിനെ മനസ്സറിഞ്ഞൊന്ന് സ്നേഹിച്ചു നോക്ക്. അവൻ അതിൽ കൂടുതൽ നിനക്ക് തരും. അതുകൊണ്ട് യാതൊരു ടെൻഷനും വേണ്ട. ധൈര്യമായിട്ട് കയറിപ്പോ. ആലീസിന്റെ ആ വാക്കുകൾ ഗായത്രിക്ക് വലിയൊരു ധൈര്യം നൽകിയെങ്കിലും അവളുടെ നെഞ്ചിരിപ്പ് നിലച്ചിരുന്നില്ല. ആലീസ് അവളുടെ ഡെന്നീസിന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അകത്താക്കി വാതിൽ പുറത്തുനിന്ന് പതുക്കെ അടച്ചു. അതേസമയം ബാൽക്കണിയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ഡെന്നീസിന്റെ അരികിലേക്ക് ജോൺ കടന്നു വന്നു. അവന്റെ തോളിൽ തട്ടി ജോൺ പറഞ്ഞു. ഡെന്നീസെ, നീ ഇവിടെ നിൽക്കുവാണോ? ആ കൊച്ചിനെ റൂമിലാക്കിയിട്ടുണ്ട്. നീ വെറുതെ സമയങ്ങൾ അങ്ങോട്ട് ചെല്ല്. അത് കേട്ട് മടിച്ചെന്ന ഡെന്നീസിനോട് ജോൺ കളിയാക്കിക്കൊണ്ട് വീണ്ടും പറഞ്ഞു. ഡാ പോയി സമ്മാനത്തിലൊന്ന് സംസാരിക്കണം. ആളവിടെ ചെന്ന് കടിച്ചേറാതെ നിൽക്കരുതേ. ചുറ്റുമുള്ളവരുടെ ആ തമാശ ചിരികൾക്കിടയിൽ ഡെന്നീസ് ഒന്ന് പുഞ്ചിരിച്ച് തന്റെ മുറിയിലേക്ക് നടന്നു. അതേസമയം ഉള്ളിൽ ഭയത്തോടെയും പരിഭ്രമത്തോടെയും ഡെന്നീസിന്റെ മുറിയിലേക്ക് കയറി വന്ന ഗായത്രി ആ കാഴ്ച കണ്ടൊന്ന് പകച്ചു നിന്നു. തോവെള്ള നിറത്തിലുള്ള കർട്ടനുകളും ബെഡ്ഷീറ്റും വലിയ അലമാരയുമെല്ലാം തികച്ചും മനോഹരമായ വെള്ള നിറത്തിൽ ഒരുക്കിയ ആ വലിയ ബെഡ്റൂം ആളുടെ കണ്ണുകളിൽ കൗതുകമുണർത്തി. ആ പുതിയ ലോകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ആൾ കുറച്ചുനേരം അവിടെ തന്നെ നിന്നുപോയി. അതേസമയം ഡെന്നീസ് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്നു. അപ്പോൾ ഭയത്തോടെ വിറച്ചു നിൽക്കുന്ന ഗായത്രിയാണ് അവന്റെ കണ്ണിൽപ്പെട്ടത്. ചുവന്ന ധാവണിയെടുത്ത് കാതിൽ കമ്പലുകൾ തിളങ്ങി നിൽക്കെ കഴുത്തിൽ തന്നെ താലിമാലയും മിന്നിത്തിളങ്ങുന്നു. തലനിറയെ മുല്ലപ്പൂവും ചൂടി ഒരു ദേവതയെ പോലെ നിൽക്കുന്ന ആ സുന്ദര രൂപം കണ്ട മാത്രയിൽ ഡെന്നീസ് ഒന്ന് മതിമറന്ന് നിന്നുപോയി. ആ വേഷത്തിൽ അവളെ മുന്നിൽ കണ്ടപ്പോൾ പെട്ടെന്ന് ആ സൗന്ദര്യത്തിന് മുന്നിൽ അവൻ കുറച്ചു നേരം നിശ്ചലനായി പോയി. ആ നോട്ടത്തിൽ അല്പം കൗതുകവും അടക്കാനാവാത്ത ആകർഷണവും ഒക്കെ കലർന്നിരുന്നുവെങ്കിലും പെട്ടെന്ന് തന്നെ ആ ഭാവങ്ങൾ നിയന്ത്രിച്ച് അവൻ ബാത്റൂമിലേക്ക് കയറിപ്പോയി. അവൻ ഫ്രഷായി പുറത്തിറങ്ങി വന്നപ്പോഴും ഗായത്രി കയ്യിൽ പാൽ ഗ്ലാസുമായി അതേ നിൽപ്പ് തന്നെ തുടരുകയായിരുന്നു. അതുകൊണ്ട് ഡെന്നീസ് അവളുടെ അരികിലേക്ക് വന്ന് ചോദിച്ചു. നീ എന്തോ ഈ പാൽ ഗ്ലാസ് പിടിച്ചിങ്ങനെ നിൽക്കുന്നു? അത് മേശപ്പുറത്ത് വെച്ച് നിനക്കവിടെ പോയിരുന്നൂടെ? എന്നിട്ട് അവൻ ആ ഗ്ലാസ് അവളുടെ കയ്യിൽ നിന്ന് പതുക്കെ വാങ്ങി അതിൽ നിന്ന് അല്പം കുടിച്ചതിന് ശേഷം ആളുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാനിതിൽ നിന്ന് കുറച്ച് കുടിച്ചു, ബാക്കി നീ കുടിക്കുന്നുണ്ടോ? എന്നാൽ അവളത് വേണ്ടെന്ന മട്ടിൽ മുഖം തിരിച്ചു നിന്നു. അതുകൊണ്ട് അവൻ കൂടുതൽ നിർബന്ധിക്കാതെ ആ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. തുടർന്ന് അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ എന്നതാ ഈ വേഷമൊന്നും മാറ്റാത്തെ? തലനിറയെ മുല്ലപ്പൂവൊക്കെ വെച്ച് ഇങ്ങനെ തന്നെ കിടക്കാനാണോ പരിപാടി? അവനങ്ങനെ പറയുന്നേട്ട് ഒട്ടും പരിചയമില്ലാത്ത ചുറ്റുപാടിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഗായത്രി അമ്പരപ്പോടെ നിൽക്കുന്നവൻ കണ്ടു. ഉടൻ തന്നെ അവൻ എഴുന്നേറ്റ് പോയി വലിയ അലമാര തുറന്നു. എന്നിട്ട് അവളുടെ നേരെ തിരിഞ്ഞ് ആ ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ അവൻ ആദ്യമായി അവളുടെ പേര് വിളിച്ചു. ഗായത്രി. അവന്റെ ശബ്ദത്തിൽ ആ ഗാംഭീര്യം കേട്ടതും ഭയത്തോടെ നിന്ന് അവൾ പെട്ടെന്ന് തലയുയർത്തി അവനെ നോക്കി. ഇങ്ങോട്ട് വാ. അവൻ വിളിച്ചതും ആൾ വിറയലോടെ അവന്റെ അരികിലേക്ക് നടന്നിരുന്നു. അലമാരയിലെ വസ്ത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഇതിന്ന് ഏതെങ്കിലും ഡ്രസ്സ് എടുത്തേച്ചും പോയി ഫ്രഷ് ആയിട്ട് വാ. ഈ വേഷമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വന്ന് കിടക്ക്. അവന്റെ ആ വാക്കുകൾ കേട്ടതും ഗായത്രി പെട്ടെന്ന് തന്നെ അലമാരയിൽ നിന്നൊരു ജോഡി ഡ്രസ്സ് എടുത്തു. ചുരിദാർ പോലുള്ള ഒരു നൈറ്റ് വെയർ ആയിരുന്നു അത്. ആളുടെ രീതിക്കും ഇഷ്ടങ്ങൾക്കും അനുയോജ്യമായ അതേതരം വേഷങ്ങൾ തന്നെയായിരുന്നു അവയെല്ലാം. അധികം ആലോചിച്ച് നിൽക്കാതെ ആ ഡ്രസ്സ് എടുത്ത് പിടിച്ച അവൾ വേഗത്തിൽ ബാത്റൂമിൽ കയറി വേഷം മാറി തിരികെ പുറത്തിറങ്ങി വന്നു. പുറത്തിറങ്ങി വന്ന അവൾ ആദ്യം ചെയ്ത് തലയിൽ ചൂടിയിരുന്ന ആ മുല്ലപ്പൂവൊക്കെ പതുക്കെ ഊരി മാറ്റി മേശപ്പുറത്ത് വെക്കുകയായിരുന്നു. ആൾ അപ്പോഴും ഭയത്തോടെ ഒതുങ്ങി നിന്നു. അത് കണ്ടുകൊണ്ട് ഡെന്നീസ് ബെഡിൽ നിന്നുകൊണ്ട് ചോദിച്ചു. അന്ന് കിടക്കുന്നില്ലേ? അവനങ്ങനെ ചോദിച്ചു. ഗായത്രി പേടിയോടെ റൂമിന്റെ ഒരു മൂലയിലുണ്ടായിരുന്ന ചെറിയ സോഫയിലേക്ക് ചൂണ്ടി എന്നിട്ട് പതുക്കെ പറഞ്ഞു. ഞാൻ അവിടെ കിടന്നോളാം. അത് കേട്ടോണ്ട് ഡെന്നീസിന് ചെറിയൊരു ദേഷ്യവും ഒപ്പം ചിരിയും വന്നു. ആൻ ബെഡിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റോണ്ട് ഒരൊറ്റ വാക്കിൽ പറഞ്ഞു. എനിക്ക് മാറാരോഗമൊന്നുമില്ല, ഇവിടെ നിന്ന് കിടക്കടി. അവന്റെ ആ കർശനമായ ശബ്ദം കേട്ടതും ഒപ്പമുള്ള ആ ഭയത്തോടെ ഗായത്രി കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല. ആൾ വേറെയൊന്നും മിണ്ടാതെ പതുക്കെ വന്ന ആ വലിയ ബെഡിൽ ഡെന്നീസിന്റെ അരികിലായി കിടന്നു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.